മലയാളി ഒരു ദിവസം കഴിക്കുന്ന ചിക്കൻ 60 ലക്ഷം കിലോയാണ്. ഒരു വർഷം കൊണ്ട് കഴിച്ചു തീർക്കുന്ന ചിക്കൻ 219 ലക്ഷം ടൺ ചിക്കനാണ്. നിങ്ങൾ കേട്ടത് വളരെ കറക്റ്റാണ്. ഇത് അതിശയോക്തിയല്ല. ചിക്കൻ ഇൻഡസ്ട്രി ഇന്ന് 43,800 കോടിയുടെ വമ്പൻ ബിസിനസ്സാണ്. ഇനി നമുക്ക് ചിക്കൻ കഴിക്കുന്നത് കൊണ്ടുള്ള പോസിറ്റീവായ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കനിൽ വളരെ സമൃദ്ധമായി ഹൈ പ്രോട്ടീനുണ്ട്. ഹാർട്ട് അറ്റാക്ക് റിസ്കിനെ കുറയ്ക്കുവാനുള്ള കഴിവുണ്ട്. വെയ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ ബോൺ ഹെൽത്ത് തുടങ്ങി മൂഡ് എൻഹാൻസ്മെൻറ്റ് വരെ നൽകാൻ കഴിവുള്ള ഒരു ബാലൻസ്ഡ് ഫുഡായിട്ടാണ് ചിക്കൻ പരിഗണിക്കുന്നത്. എന്നാൽ എന്താണ് റിയാലിറ്റി? കേരളത്തിൽ ഒരു ദിവസം കഴിക്കുന്ന 60 ലക്ഷം കിലോ ചിക്കനിൽ 70% മുകളിൽ കേരളത്തിന് പുറത്തുനിന്ന്, അതായത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ എത്തിപ്പെടുന്നത്. 2019 ഡൽഹി ബേസ്ഡായ ഒരു ഏജൻസി നടത്തിയ പഠനം കാണിക്കുന്നത് ഇന്ത്യയിലാകമാനം 40% മുകളിൽ ആരോഗ്യത്തിന് ഹാനികരമായ ലെവലിൽ ആൻറ്റിബയോട്ടിക് കലർന്ന ചിക്കനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അതിനുശേഷം കാര്യമായ പഠനം ഇതുമായി ബന്ധപ്പെട്ട് ആരും നടത്തിയതായി കാണുന്നില്ല. ഇന്നത്തെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കൃത്യമായി അറിയില്ല. എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? പോൾട്രി പ്രൊഡക്റ്റിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗത്തിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയപ്പോൾ കേരള ഗവൺമെൻറ് 2019 ജൂണിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവിൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന പേരിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് സംയുക്തമായി കൊണ്ടുവന്ന ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇനിഷ്യേറ്റീവ് ഇന്ന് നിലവിലുണ്ടെങ്കിലും അത് എഫക്റ്റീവായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇന്ന് വരെ ഇരു ഗവൺമെൻറ്റുകളും താല്പര്യം കാണിച്ചിട്ടില്ല. വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത്തരം ജനങ്ങളുടെ ആരോഗ്യത്തിന് മോശമായി ബാധിക്കുന്ന കാര്യങ്ങൾ കർക്കശമായി നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിയൻ 2006 തന്നെ ആൻറ്റിബയോട്ടിക് ഉപയോഗം വളരെ കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്. അമേരിക്കയും ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും കർശനമായ നിയമവും കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനവും ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഉൾപ്പെടെ ഇത്തരം അനാരോഗ്യകരമായ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ചിക്കൻ കണ്ടെത്താനുള്ള കാര്യമായ യാതൊരു തരത്തിലുള്ള ഇൻസ്പെക്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 43,800 കോടിയുടെ ഈ ഇൻഡസ്ട്രി തകരാൻ പാടില്ല. പ്രായോഗികമായി കുടുംബശ്രീ മോഡലിൽ തിരിച്ചു വരുന്ന പ്രവാസികളെ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി യൂറോപ്യൻ മാതൃകയിൽ ഇൻഡിപെൻഡൻ്റായ ഏജൻസികളുടെ സർട്ടിഫിക്കേഷനോടുകൂടിയും WHO ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് കലരാത്ത ശുദ്ധമായ ബ്രോയിലർ ചിക്കൻ ഫാമുകൾ കേരളത്തിൽ തന്നെ തുടങ്ങുവാനുള്ള ഇനിഷ്യേറ്റീവിൽ ഗവൺമെൻറ് താല്പര്യം കാണിച്ചാൽ തദ്ദേശീയമായി തന്നെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ഒരു പുതിയ തൊഴിൽ മേഖല തുറന്നു കിട്ടുന്നതിനുമുള്ള വലിയ ഒരു അവസരം കൂടിയായിരിക്കും അത്.